അങ്ങനെ ഏറെ നാളത്തേക്ക് ശേഷം നമ്മളുടെ മനയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. മനയിലേക്ക് തിരിച്ചെത്തുന്ന നമ്മൾ. മുഞ്ഞി ഹായ് ഗായ്സ്. ഹായ്. ഏറെ നാൾക്ക് ശേഷം നമ്മൾ പറമ്പിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഗായ്സ്. നിങ്ങൾക്ക് വേണ്ടി നോക്കൂ പച്ചപ്പും പിന്നെ പോത്തിനെ വീണ്ടും നമ്മൾ വലിച്ചു കെട്ടി മണിക്കുട്ടനെ നമ്മൾ അവിടെ നിന്ന് പൊക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചൊറിയാ ക്യാമറ ഇപ്പൊ സ്റ്റാറാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് സ്പെഷ്യൽ ആണ്. അങ്കമാലി മാങ്ങാക്കറി. നമ്മള് ഇത് റീലിലൊക്കെ ഫേമസ് ആയിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറി. അതിന്റെ കൂടെ നമ്മള് ബീഫിന്റെ എന്തിനുണ്ട്? ബീഫ് കായിട്ടത്. ബീഫ് കായിട്ടത്. ചുമ്മയല്ല, കായിട്ട ബീഫാണ്. പിന്നെ അതിന്റെ കൂടെ നല്ല പുത്തരി ചോറ്, ചെമ്പാവൻ. അതും കൂടെ ഇട്ട് നമ്മള് മാങ്ങാക്കറിയും ബീഫും കൂടെ ഇട്ട് ചാവടി തിന്നും. നല്ല ഉരുളാക്കി കഴിക്കും. പരിപാടി തുടങ്ങിയാലോ? ഇവിടെ ഭയങ്കര കോംപ്ലിക്കേഷൻ. ബീഫ് ഞാൻ പറയണത് അല്ല, കൂടുതൽ പരിചയസമ്പന്നമുള്ള ഇവനാണല്ലേ? ബീഫ് എക്സ്പേർട്ട് അവനാണ്. ബീഫിന്റെ വേവ് കറക്റ്റ് അറിയാന്നുള്ളതാണ്. ഒരുപാട് ചവയ്ക്കേണ്ടി വന്നു. ഒരു വീഡിയോ ആണ്. എന്റെ അഭിനയത്തിൽ അങ്ങ് വീണു പോയി. ഇത്ര പേര് ചോദിച്ചു റെസിപ്പി ഓർമ്മിക്കല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ രണ്ടായിട്ടാണ് കുക്കിങ്ങിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ ഹെഡ് ഷെഫ് ഇന്ന് വിഘ്നേഷ് പാടുള്ള എന്താ ബീഫ് കായിട്ടത് ഉണ്ടാക്കും. നമ്മളെല്ലാവരും ഒരു മാങ്ങാക്കറിയും കുറച്ച് ചോറും. ഒരു മാങ്ങാക്കറിയും അങ്കമാലി മാങ്ങാക്കറി ചോറും നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് ആദ്യം കടക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ മൂന്നുപേരാണ് അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുള്ള റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ ആദ്യമായി വേണ്ടത് മാങ്ങ, നല്ല ശുദ്ധമായ മാങ്ങ. ഓക്കെ. പിന്നെ വേണ്ടത് വിനാഗിരി, പിന്നെ വേണ്ടത് മുളക്, അതിങ്ങനെ മുകളിൽ കടുവറുത്തിട്ട്, പിന്നെ വേണ്ടത് പാല്. ഒന്നാം പാലും രണ്ടാം പാലും വേണം. അത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മാങ്ങ പറിച്ചതിന്റെ ഒരു കഥ ഉണ്ടായിരുന്നു. ഉണ്ടോ? ചെറുതായിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. ഹായ് ഗായ്സ്, നമ്മളിന്ന് നിൽക്കുന്നത് കഴക്കൂട്ടത്തെ ഒരു സീക്രട്ട് മാങ്ങ ലൊക്കേഷനിലാണ്. മാങ്ങയുടെ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴക്കൂട്ടം. ശേഖരമാണ്. കുണ്ട്രയിൽ അണ്ടിയാണെങ്കിൽ കഴക്കൂട്ടത്ത് മാങ്ങയാണ്. ഈ മാങ്ങയുടെ ഒക്കെ ഉൽപാദാവ് അല്ല നമ്മുടെ വിഘ്നേഷ്. അപ്പോഴ് നമ്മൾ ഇന്ന് മാങ്ങ വെച്ചൊരു ഫേമസ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അങ്കമാലി മാങ്ങക്കറി. അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ മാങ്ങ പറിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലാതെ വേറെ ആരെ നമ്മൾ കടയിൽ നിന്നല്ല പുറത്തുനിന്ന് എടുക്കുന്നത്. ആദ്യം കുറച്ച് കഷ്ടപ്പാടുണ്ട്, എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. കഷ്ടപ്പെട്ട് പഠിക്കണം. നമ്മൾ നല്ലത് നോക്കി നല്ലത് നോക്കി പറിക്കണ്ടേ, അപ്പൊ കഷ്ടപ്പെടും. വീണു കഷ്ടപ്പെട്ട് പറിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറച്ച് മാങ്ങ, അങ്കമാലി മാങ്ങക്കറിക്ക് വേണ്ടി കുറച്ച് മാങ്ങ നമുക്ക് ഹാൻഡ് പിക്ക് ആയിട്ട് പറിച്ചെടുക്കാം. കഷ്ടപ്പെടുന്നു. ഇവിടെ നീ ഇറങ്ങിയിടോ? ഇവിടെ നിന്ന് ഇങ്ങനെ മിസ് ഔട്ടായ നമ്മളവിടെ മൽഗോവ പറിച്ചില്ലേ, ഇനി നമുക്ക് ഇവിടെ ഒരു സേലം മാങ്ങ ഉണ്ട്. സേലം മാങ്ങ പറിക്കാം. അവിടെ കാണുന്നുണ്ടോ? അതിന്റെ ഇടയിൽ കൂടെ കാണുന്നു. വിനോ ശരി, കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ. ഇതാണ് വിഘ്നേഷ് പറഞ്ഞ സേലം മാങ്ങ. വിളഞ്ഞാണല്ലോ, പക്ഷെ നല്ല മധുരമാണ്. മധുരമല്ല, നല്ലൊരു മണമാണ്. എനിക്ക് മണമൊന്നും തോന്നുന്നില്ല, ജലദോഷം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ജലദോഷമാണെന്ന് തോന്നുന്നു ഗൈസ്. മാങ്ങയുടെ കുറ്റല്ല ഗൈസ്. നമ്മൾ മാങ്ങ പറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് നൊസ്റ്റാൾജിയ ഓർമ്മ. നമ്മൾ വിചാരിച്ച കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് വാരി പറക്കി തിന്നാലോ. അതെ, നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ കല്ലെറിഞ്ഞൊക്കെ മാങ്ങ വെച്ചിട്ട് നമ്മൾ അടിച്ചു പൊടിച്ച് തിന്നൂലേ. അത് ഞാൻ അങ്ങനെ തിന്നാറില്ല. ഇന്നൊന്ന് തിന്ന് നോക്കാം. അടിച്ചു പൊട്ടിക്കാനായിട്ട് നമ്മുടെ ട്യൂട്ടോറിയൽ അവൻ കാണിച്ചു തന്നാണ്. അതിനു മുമ്പ് നമുക്ക് ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഹൈജീൻ വെച്ച് കഴുകാം. അതെ, ഗ്യാസ് വെച്ച് കഴിവരി. ഗ്യാസിന് മുട്ടുണ്ടേ, കളയണ്ടല്ലേ. ഹൈജീൻ മതിയടാ. വെള്ളം കുറവാണെന്ന് തോന്നുന്നു ടാങ്കിൽ.
അപ്പോൾ ഇത് നമുക്ക് അടിച്ചു പൊട്ടിക്കാം. അതെ കഴിയതെല്ലാം തിരിച്ച് കയറി എനിക്ക് ഗൈസ് ഇനി നമുക്ക് നൊസ്റ്റാൾജി ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഉപ്പ് മുളകിട്ട് കഴിച്ചു നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഇതൊക്കെ കല്ലുപ്പ് എന്തിനു നീട്ട് തോന്നുന്നു? ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നതാ. അച്ഛൻ്റെ ഹെൽത്തി കുട്ടനാണ്. മുളക് വന്നപ്പോ ഇത് ലേശം കൂടിപ്പോയോ? നല്ല കൂടിപ്പ്. അതൊന്നും ഇവിടെ തന്നെ ഉണക്കി പിടിക്കണം. ഗൈസ് ഇനി നമുക്ക് അങ്ങോട്ട് സ്റ്റുഡിയോയിൽ പോയി മാങ്ങ കറി വെക്കാം. ഗൈസ് മാങ്ങ പറിച്ചത് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇനി ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി വേണ്ട വിഭവങ്ങൾ, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരി, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, തേങ്ങാപ്പാൽ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള, മാങ്ങ ആദ്യമേ പറഞ്ഞല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കറിയാണ്. ഇനി നമ്മൾ വിഘ്നേഷിന് കൈമാറുന്നു. വിഘ്നേഷാണ് ഇന്നത്തെ ഹൈലൈറ്റ് ഐറ്റം ഉണ്ടാക്കുന്നത്. ഇന്ന് ബീഫ് കായിട്ടാണ് നമ്മൾ വയ്ക്കാൻ പോണത്. അതിനായിട്ട് ബീഫ് ഇരിപ്പുണ്ട്, നല്ല നാന്തര ബീഫ്, പിന്നെ ഉള്ളി, പെരിഞ്ചീരകം, പിന്നെ മഞ്ഞപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ വറ്റൽമുളക്. ഇല്ല, ഉണ്ട്, കാ കൊണ്ടുവന്നു. കാ എവിടെ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കായ് ഒഴിവാക്കിയുള്ള കാ ഉണ്ട്, കാ ഉടനെ എത്തും. പിടി മൈക്ക്, ഞാൻ കാ തപ്പട്ടെ. ഓക്കെ, അവനപ്പോ കായ എടുക്കുന്ന സമയത്ത് നമുക്ക് മാങ്ങക്കറിക്കുള്ള സാധനങ്ങൾ അരിഞ്ഞു കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് മാങ്ങ, നല്ല സൂപ്പർ മാങ്ങയാണിത്. ഈ മാങ്ങ ഒന്ന് നമുക്ക് നീളത്തിന് അരിയണം. പിന്നെ അതുപോലെ പിന്നെ അരിയേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയും നല്ല ചെറുതായിട്ട് നീളത്തിന് അരിയണം. അതെ, പിന്നെ സവാള നീളത്തിന് ചെറുതായി അരിഞ്ഞ് കാണിച്ചാൽ പോരെ? അപ്പൊ നമ്മൾ ഇന്നത്തെ മെയിൻ താരമായ മാങ്ങയെ മുറിക്കുകയാണ്. ഓക്കെ, പക്ഷെ മാങ്ങ ഫ്ലോപ്പാണ്. ആദ്യമേ പഴുത്തതല്ല, അതിന്റെ കളർ അങ്ങനെ. ഈ ഇനത്തിന് കളർ മഞ്ഞ കളർ. ചെമ്പരത്തി പ്രത്യേകിച്ച് കിട്ടുന്ന ഒരു മാങ്ങയാണ് ചെമ്പരത്തി വരിക്ക. അതെ അതെ. ഇന്നലെ നിങ്ങൾ മൽഗോവെന്നാണ് പറഞ്ഞത്. മൽഗോവെന്നാണോ പറഞ്ഞത്? എന്താണോ സത്യം? ഇത് സേലം മറന്നുപോയി. സേലം കുറെ പേരിൽ അറിയപ്പെടും. സേലത്തെ ഇത് പലയിടത്തും പല. ഓ, അതാണ് സേലം. എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് പൊലിപ്പിക്കുമ്പോ ആ മാങ്ങയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. തീരെ പിഞ്ചായിരിക്കുമ്പോഴേ അതിന് മഞ്ഞ കളർ അടിക്കും, തോറും വെളുക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉള്ള ഒരു മാങ്ങയാണ്. പിന്നെ അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പുളിയുള്ള മാങ്ങ നോക്കി എടുക്കാൻ നോക്കുക. പുളി ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് യൂട്യൂബ് വീഡിയോസിൽ പറയുന്നത്. ഇതിന് പുളി ഉണ്ടെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. പുളിയുണ്ട്. എന്തൊക്കെയാടാ കാണിക്കുന്നത്? നിന്റെ പെറ്റി ചീർക്കാനുള്ള ഇതിലല്ല എന്തൊക്കെയാ കാണിക്കുന്നു? അശ്ലീലങ്ങൾ. നടക്കുന്നേ അവിടെ പോത്ത് എങ്ങനെ അടക്കണമെന്ന് വിനുവിന് ക്ലാസ് കൊടുക്കണം. 32ാമത്തെ വയസ്സിൽ വിനു കാണിക്കുന്നതേക്ക് റിസ്ക് ഉണ്ട്. ഇല്ല, ഞാൻ ഇത് പീസൊന്നും മാറിപ്പോല. തൂക്കം കൂടുമെന്ന് തോന്നുന്നു ഇറച്ചിക്കുന്നത്. അപ്പൊ നമ്മൾ കറിയുടെ കൂടെ തിന്നാനുള്ള സ്വാദിഷ്ടമായ ചമ്പാവരി തയ്യാറാക്കുന്നത് നമ്മളുടെ CKയും അഖിൽദാസിന്റെ നേതൃത്വത്തിലാണ്. ഇത് വഹിക്കുന്നത് അഖിൽദാസ്. ഓ, അത് ഞാൻ മറന്നുപോയി. എത്ര ഇടണോടാ? നീ ഒരു 250 കണക്ക് അത് വിനുവിനറിയാം. എത്ര അരി വേണം? ഒന്നും പറയല് ഇവിടെ ഇല്ല. ഒരു 2 കപ്പ് എവിടെ? കപ്പില്ല. നീ അതിലൊരു ഇത് എത്ര കിലോ അരി? കൈ കണക്കിൽ ഞാൻ പറയാം, നിർത്താറാവും പറയാം. ഇത് എത്ര? 1/2 കിലോ വരുമല്ലേ? 1/2 കിലോ അരയല്ല, 1 കിലോ വരും. 1 കിലോ 8 വരെ കഴിക്കാം. ഇനി നമുക്ക് മാങ്ങ അരിയാം. ഇത് മൽഗോവയാണ്. നമ്മൾ എല്ലാ മാങ്ങയും വെച്ചിട്ടുണ്ട്. കണ്ടോ ഇതിന്റെ ഡിഫറൻസ് നോക്കൂ. ഇത് നല്ല പഴുത്ത മാങ്ങ. തോന്നും. കളർ എങ്ങനെയാ? പച്ചയായാലും കളർ എങ്ങനെയാ? ഇനി നമുക്ക് മാങ്ങ എങ്ങനെയായിരുന്നു കാണിച്ചു തരാം. കത്തിക്കുന്നൊരു പഴയ മൂർച്ചയില്ലാത്ത പോലെ ഫീൽ ആവുന്നു. നമുക്ക് ഇങ്ങനെ ഇത്രയും സൈസ് ഒക്കെ മതി കേട്ടോ. ഇത്രയും വേണ്ട, ഇത്രയും സൈസ് ഒക്കെ മതി. ഇത്രയും സൈസ്. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഈ സൈസാണ് എടുത്ത്. അങ്കമാലിക്കാരുണ്ടെങ്കിൽ ഈ സൈസ് കറക്റ്റ് ആണെന്ന് വാലിഡേറ്റ് ചെയ്യും. പക്ഷെ ഇങ്ങനെ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഷേപ്പ് ആയിരുന്നു. നമ്മൾ ഇതാണ്ടാ അന്നീവൻ. ഇത് വെള്ളരിക്ക അരിഞ്ഞ പോലെ ഉണ്ടോ? വെള്ളരിക്ക ഇനി നല്ല മാങ്ങ, ഈ മാങ്ങ ഞാൻ കറക്റ്റ് ആയിട്ട് അരിഞ്ഞു തരാം.
ഹായ് പഴുത്ത മാങ്ങ. ഇത് ഷെയ്ക്ക് അടിക്കാൻ പരുവത്തിന്. അയ്യോ ഇത് ഇത്തിരി പഴുത്ത് പോയോ? പുളിപ്പ് പുളിപ്പ്. നല്ല പുളി, നല്ല പുളി. കളർ കണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ലേ നീ ഒന്നും. പക്ഷെ ഒരു മോശം മാങ്ങിയാണ്. അല്ല പഴുക്കുമ്പോ കറക്റ്റ് ആണത്. ഗൈസ് നമ്മൾ ആദ്യം തമാശക്കാണ് പറഞ്ഞത് ഇത് ഇത് പക്ഷെ കറക്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ഓ ഇത് ഭയങ്കര പുളിപ്പ്. ഇത് പഴുക്കും തോറും പുളിക്കും. നീ റെഡ് ഓക്സൈഡ് കഴിയിറക്കി ഇതൊക്കെ മതിയടാ. അപ്പോൾ നമുക്ക് ബീഫ് വേവിക്കാൻ വെക്കുന്നതിന് മുമ്പേ അതിലും സാധനങ്ങൾ ചേർക്കാം, മസാലയും സാധനങ്ങളൊക്കെ ചേർക്കാം. കുറച്ച് ഉപ്പ്, അല്ല നിനക്ക് ഇഷ്ടമുള്ളത് വെച്ചോ. മഞ്ഞപ്പൊടി ഒന്ന് പറയാം, നീ അരി കഴിയിടും. മുളക് പൊടി, കാശ്മീരി ചില്ലിയാണോ? കാശ്മീരി ചില്ലി സാധാ മുളക് പൊടി ഉണ്ടോ? കുറച്ച് സാധാ മുളക് പൊടി. അല്ല ഇത് കാശ്മീരി ചില്ലിയാണോ? ആ കാശ്മീരി ചില്ലിയാണ്. സാധാ എടുത്ത കുറച്ച് സാധാ കുറച്ച് മതി. ഇടാത്തൊരു മനുഷ്യനായി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അവസാനമായിട്ട് വിനാഗിരി കുറച്ച് മസാല കുറച്ചുകൂടെ വേണ്ടി വരും. നമ്മൾ രണ്ടാമത് ചേർക്കും. ഇത് ജസ്റ്റ് ബീഫിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. ഇങ്ങനെയാണ് ഒരേ ഇതിൽ ഇങ്ങനെ യൂണിഫോം ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. യെസ്, അങ്ങനെ അത് ഓക്കെ. അപ്പോൾ അവരവിടെ ബീഫ് വേവാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോഴത്തേക്ക് മാങ്ങ കറിക്ക് വേണ്ടിയുള്ള മാങ്ങ ആദ്യം സെറ്റാക്കി വെക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, ലേശം കൂടി, ലേശം അത് വീഴുന്നില്ല. ഇനി കുറച്ച് ഉപ്പ്, ഇത്രയും മതിയോ? കുറച്ചുകൂടെ ഇടാം. അവൻ്റെ ഇഷ്ടത്തിന്. ഇനി അതിൽ കുറച്ച് ഇത് വിനാഗിരി കുറച്ച് മുളക് പൊടി ഇടണ്ടേടാ. ഇല്ല, ഇതിൽ വെള്ളം ഇട്ടില്ല. ഇത് ആദ്യം ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് ഇട്ടു. ഇതിങ്ങനെ തിരുമി മാറ്റി വയ്ക്കാം. ജസ്റ്റ് ഇത് മാത്രം. അതിനുശേഷം നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ ഇഞ്ചി, പിന്നെ ഇനി കുനുകുനാന്ന് അരിയുന്ന സവോളയും അരിഞ്ഞെടുക്കും. ഇത് നമുക്ക് സവോള കുനുകുനാന്ന് അരിയാം. നമ്മൾ ഓൾറെഡി ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞ് ഒരു സൈഡിൽ കൂട്ടിയിട്ടുണ്ട്. ഇവിടെയും കുനുകുന അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ബീഫിന്, ഇത് അങ്കമാലിക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് ചോറിന് വേണ്ടി ഇത്രയും അരി വേണം അവിടെ. കൂടുതലോ? നമ്മൾ ഇത്രയും മല്ലന്മാരെ കഴിക്കും. നീ ഇതിൽ നിൽക്കുമെന്ന് മാത്രം നോക്കിയോ. മതിയടാ, മതി. അത്രയൊന്നും പോരാടാ. നന്ദു നീ ഇത് തിന്നേണ്ടി വരും കേട്ടാ. ഇല്ല, അത് കുഴപ്പമില്ല, അരി വേണ്ടി വരും. എന്തായാലും എടുത്തേ. റെസ്പോൺസിബിലിറ്റി നിന്റെയാണ് ഇത് അത്രയും തിന്ന് തീർക്കേണ്ടത്. ഇതിൽ വേവിക്കാൻ വെക്കൂലടാ, അതല്ലേ? ഇട്ടേ അങ്ങോട്ട്. ഇനി നമ്മൾ ഇതിന്റെ മേജർ സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ്. മാങ്ങാക്കറിയുടെ നമ്മൾ ചെറുതായി വെട്ടിയിട്ട അരിഞ്ഞു വെച്ച സവാളയിലേക്ക് കുനുകുന അരിഞ്ഞ് ഇഞ്ചി കുറേ ഇങ്ങനെ ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച നീളത്തിൽ കീറിയ പച്ചമുളക്. അതിനുശേഷം ചെറുതല്ലേടാ, ഇഞ്ചി കിടക്കുന്നത്. ഇനി അതിന്റെ മേളിൽ നമ്മൾ കുറച്ച് ഉപ്പിടാൻ അയൽദാസിനെ ക്ഷണിക്കുന്നു. അതിനെങ്കിലും അവന് കൊടുത്തല്ല ചാൻസ്. ബി ഗ്രേറ്റ്ഫുൾ മാൻ. കുറച്ചും കൂടി ഉപ്പ് ഇട്ടോ. പണ്ടത്തെ പോലെ അല്ല ഞാൻ. ശരിയാ, ഒരു മാങ്ങാക്കറി വെച്ച് സെറ്റ് ആയവനാണ്. മീൻകറി വെച്ച് കഴിവ് തെളിയിച്ചവനാണ് ഞാൻ. ഉപ്പ് കൂടുതലായിരുന്നല്ലോ. ഓക്കെ, ഇനി അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, എരിയുള്ള മുളക് പൊടി കുറച്ചിട്ടാ മതി. എന്റെ മുഖത്തോടെ കയ്യിലിട്ടോടാ. മതിയാവും. ഇനി കുറച്ച് മല്ലിപ്പൊടി. ബീഫ് 5ാമത്തെ വിസിലായി. ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ചുകൂടെ ഒഴിച്ചോ? ഒഴിച്ചോടാ. മതി. മതി. ഇനി നമുക്ക് നന്നായിട്ട് തിരുമണം. ഇങ്ങനെ ഓടക്കണം. ഞവടയല്ലേ? അതിന്റെ എസൻസ് എല്ലാം ഇങ്ങനെ മാറണം. ഇതിലാണ് ഇരിക്കണത്. ഇതാണ് ഫ്ലേവറിന്റെ കൂട്ടുന്നത്. നന്നായിട്ട് അങ്ങനെ ഇത് കുഴച്ച് അത് തന്നെ കുഴഞ്ഞ് അഖിലേഷ് ചായച്ച് അവൻ കുറച്ച് മുളക് കൂട്ടിയിട്ടുണ്ട്. മുളക് കൂട്ടി ചായച്ച്. പക്ഷെ കുഴപ്പമില്ല, അത് നമുക്കൊരു കൂടുതൽ സ്പൈസ് ഉള്ള ഒരു സാധനം, ഒരു ട്രിവാൻഡ്രം വെർഷൻ. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ വെച്ച് ഇത് റെസ്റ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് വയ്ക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ഇന്നത്തെ സ്റ്റാർ അങ്കമാലി മാങ്ങാക്കറി, അത് മസാല തിരുമി വെച്ച മസാല ഏതാണ്ട് അരമണിക്കൂറായി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. എന്നിട്ട് തീ ഒന്ന് കൂട്ടി കൊടുക്കാം.
ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാടുന്നവരേക്കും നോക്കാം, വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗൈസ് അരി അത് പറയണ്ട, അരി മൂഞ്ചി അരിയും മൂഞ്ചി മണ്ണെണ്ണയും മൂഞ്ചി നോക്ക്. അരി വാങ്ങിച്ചിട്ട് നിനക്ക് ഇത്രയും വേവിച്ചൊരരി, നീ ജീവിതത്തിൽ വേവിച്ചിട്ടുള്ള ഒരു അരി പറ, ഏതാണെന്ന് പറ. നീ വേവിച്ച അരി, നിനക്കൊരു അരി വേവിക്കാൻ അരി മേടിക്കുമ്പോഴേ വേവ് കൂടുതലുള്ള അരി വേവ് കുറവുള്ള അരി സാധനമുണ്ട്. ഇത് ഏത് അരിയാണ് നിങ്ങൾ വാങ്ങിച്ചത്? ഇതേ സാധനോട് പണ്ട് ബീഫിനും പറഞ്ഞു. വേവാത്ത ബീഫുണ്ട്. നീ ഇന്ന് വരെ വേവിക്കുന്ന എന്തേലും വാങ്ങിച്ചിട്ടുണ്ടോ? നിനക്കൊരു അരി വെക്കാൻ അറിഞ്ഞൂടെ? എടാ അരമണിക്കൂർ ആയില്ല. പക്ഷെ വെള്ളം ഇല്ലായിരുന്നല്ലോ, നീ ഇപ്പോഴല്ലേ വെള്ളം ഒഴിച്ചതില്. എടാ അത് ഞാൻ പറഞ്ഞ കിച്ചൺ ട്രിക്സ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ, എനിക്ക് മാത്രം അറിയാം. അത് വേറെ കളിയാണ്. കിച്ചൺ ട്രിക്സ് ആരെയും കാണിച്ചു തരൂല. രഹസ്യമായിട്ട് ക്യാമറ ഓഫ് ആവുമ്പോ പയ്യെ ഒഴിയും. ഇവിടെ എന്തായി ഇതെന്തായി? ഇത് വാടിക്കൊണ്ടിരിക്കണം, വാടുന്നില്ല. അഖിൽദാസിന്റെ മുഖം മാത്രമേ വാടുന്നുള്ളൂ, ഇത് വാടുന്നില്ല. കഴിഞ്ഞോടെ നീ നമുക്ക് കുറച്ച് അറിഞ്ഞൂടെന്ന് പറഞ്ഞ് നീ ബീഫ് ചിക്കൻ വെക്കും പോലെ നീ വെച്ച്, ഞാൻ അത് ഒരിക്കലും മറക്കൂല. ഞാൻ ഒറ്റയ്ക്കാണ് ഷോൾഡർ പുള്ളി എല്ലാരെയും നീ ചിക്കൻ കറി വെക്കും പോലെ ബീഫ് വെച്ച് ഉള്ളിയും വെളുത്തുള്ളിയും വെച്ചിട്ട് ബീഫ് ഉടനെ അങ്ങ് ഇട്ടിട്ട് അത് അതിലിട്ട് വേവിച്ച് നീ. ഓ ബീഫ് വേവിച്ചിട്ടില്ല. നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നീ അത് മുതലെടുത്തു. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി 2 മണിക്കൂർ വേവിച്ചു. അത് ഇപ്പോഴെങ്ങാനും ആയിരുന്ന ഗ്യാസിന് എന്ത് വില അറിയാമോ നിനക്ക്? പക്ഷെ നമ്മളെ മണിക്കുട്ടൻ കണ്ട വെയിറ്റ് ചെയ്ത് നമ്മള് മനസ്സിലായി. കണ്ട ഇരിക്കുകയാണ്. മണിക്കൊണ്ട് ഗേൾഫ്രണ്ട് ഉണ്ട് അവിടെ. ഗേൾഫ്രണ്ട് അവിടെ ഉണ്ട്, അത് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. വേർതിരിവ്. ഇത് മിക്സഡ് സ്കൂളാ. ഇവിടെ ബോയ്സ് പ്രത്യേകം, ഇവരെന്ന് പറഞ്ഞ സാധനം ഏകദേശം വാടി തുടങ്ങി. ഇനി നമുക്ക് ഇതിലോട്ട് മാങ്ങ ഇട്ടാലോ? മാങ്ങ ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇടാം. നല്ല പുളിപ്പുള്ള മാങ്ങ നോക്കി ഇടുക. ഇപ്പം മാങ്ങ മൊത്തത്തിലിട്ടു. ഇത് ഫുള്ള് മാങ്ങയാണ്. ഇത് മൊത്തത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഇതിന്റെ കൂടെ ഇളക്കി ചേർക്കുക. കണ്ട ഇങ്ങനെ ചെയ്യുക. കണ്ട മൊത്തത്തിൽ മിക്സ് ആയണ്ടോ? ആവുന്നില്ല, കാണുന്നില്ല, ഞാനും കാണുന്നില്ല മിക്സ് ആവുന്നത്. മാങ്ങയായിട്ട് മറിഞ്ഞു മാങ്ങയുടെ പുറത്ത് തന്നെ വീഴുന്നു. ഗൈസ് ചെറിയൊരു അബദ്ധം പറ്റി. ഗ്യാസ് ഇല്ലായിരുന്നു, പ്രതിസന്ധി ഇവിടെ. ഗ്യാസ് ഓഫ് ആയിരുന്നു. കത്തിക്കൂ നമുക്ക് കത്തിക്കാം. ഇല്ല, തീർന്നു. ഗൈസ് കണ്ടോ ഗൈസ്, യുദ്ധം അഫക്റ്റ് ആയിരിക്കുകയാണ്. വല്ലാണ്ട് നമ്മൾ അഫക്റ്റ് ചെയ്തിരിക്കുന്നു. ഗ്രാമത്തിലും അത് അഫക്റ്റ് ആയി. ഓൾഡ് സ്കൂളിനെയും ഗ്യാസ് ക്ഷാമം ബാധിച്ചിരിക്കുന്നു. ഇനി ആ ഒരു സാധനമേ ഉള്ളൂ. ഇതൂടെ തീർന്നാൽ ചോറ് വെച്ച് ഞാൻ തീർക്കുന്നതായിരിക്കും. ബീഫ് അന്നത്തെ പോലെ നമ്മൾ ബീഫ് മെഴുക്കുരട്ടി എന്തെങ്കിലും കഴിക്കേണ്ടി വരും. കാലത്തേക്ക് കുക്കിംഗ് കാണില്ല. അതെ, ചോറായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പ്രത്യേക സീരീസുമായി വരുന്നതായിരിക്കും വേവിക്കാത്ത വിഭവങ്ങൾ. അതായത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അവിൽ നനച്ചത്, മേസ്തിരി രാവിലെ വെച്ചിട്ട് കേസരിയാ, പാലും കൂടെ ഇട്ടിട്ട് മേസ്തിരി. അത് തന്നെ 80% ഇസ്തിരി എന്നല്ലേ പറയണ? ഇസ്തിരി മറ്റേ ഇതല്ലേ? ഇസ്തിരി അത് മേസ്തിരി എന്ന് വെച്ചാ ഇതല്ലേ? എന്നാലും അവലും പാലും കൂടി മിക്സ് ചെയ്തൊരു സാധനം. കണ്ണൂരുള്ള ഒരു ഡിഷ്. 80% ആയി. നീ അന്ന് ഇതേപോലെ പേഴ്സന്റേജ് ഇതെന്തോ വെന്തല്ല. നീ അന്ന് ഇതേപോലെ പേഴ്സന്റേജ് പറഞ്ഞത്. പിന്നെ 2 മണിക്കൂർ ബാക്കി വെള്ളത്തിൽ നിന്ന് ഏവോടാ? ഏത് വെള്ളത്തില്? ഈ ചൂട് വെള്ളത്തിൽ. ഇതാണ് അവന്റെ ഇരിക്കുന്ന അരി. അത് മറ്റേ തെർമോ കുക്കറിനകത്ത് ഇല്ല, അടച്ചു വെച്ചാൽ നമ്മള് നല്ല പ്രഷർ കൊടുക്കണം. ഇത് ഇനിയും ഗ്യാസ് കളയാൻ ഞാൻ കൊടുത്തത്. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ. ചോറ് വെന്തില്ല. ഇത് അടച്ചു വെച്ചാൽ മതിയോടാ കുറച്ച് നാള്. ഈ ചൂട് ഇതിനകത്തിരിക്കും. നമ്മളിപ്പോ ഊറ്റുന്നില്ലല്ലോ. കുറച്ച് നാൾ അടച്ചു വെച്ച റൈസ് വൈ ഇത്രയും നേരം കാത്തിരുന്ന് പയ്യൻ കേട്ടാ. ബീഫ് വീട്ടിൽ അവന് മനസ്സിലായി പറഞ്ഞു. ഗ്യാസ് തീർന്നപ്പോഴേ അവൻ നിർത്തി. യവന്മാരെ കൊണ്ടൊന്നും പറ്റൂല. അപ്പൊ ഗൈസ് നമുക്ക് ഗ്യാസ് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ഗ്യാസ് എടുത്ത് നോക്കാം. നമുക്ക് മിനിസ്ട്രിയിൽ പിടിയുണ്ട്. അത് വെച്ചിട്ട് പോത്തും കൂടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോവുകയാണ് സിലിണ്ടർ കൊണ്ട്. പോയിട്ടോ, ഒരു വ്ളോഗാക്കേണ്ട സാധനമാണ്. കിട്ടൂല്ലേ നമുക്ക് നോക്കാം. ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. ഇവിടെ ഗ്യാസ് ക്ഷാമം ഉണ്ടോ ഇല്ലെന്ന്. അഖിൽദാസ് പോവുകയാണ്. ഗ്യാസ് എടുക്കും, നീ എണീക്കി ഓടുന്നു. അപ്പോൾ അഖിൽദാസ് ഗ്യാസ് തേടി പോയ സമയത്ത് നമ്മൾ ചോറിൽ നിന്നും ഗ്യാസ് എടുത്ത് മാറ്റി ഇതിലോട്ട് കൊടുത്തിരിക്കുകയാണ്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം. ഇനി നമുക്കിത് ഒന്ന് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ ഇത് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ചെറിയ തീയിൽ. ഇനി നമുക്ക് 2ാം പാലാണ് ഒഴിക്കാനുള്ള. പക്ഷേ നമ്മളിത് റെഡിമെയ്ഡ് പാലായതുകൊണ്ട് നമ്മൾ 2ാം പാൽ മിക്സ് ചെയ്യുന്നു. ഇത് നമ്മൾ 2ാം പാലാക്കി
ഇങ്ങോട്ട് പ്രഖ്യാപിക്കുന്നു. ഇതാണ് നമ്മളുടെ രണ്ടാം പാൽ. ഇതിൽ കിടന്ന് തിളക്കട്ടെ ഗൈസ്. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറൊരു തിളയ്ക്കുന്ന ന്യൂസുമായി അഖിൽദാസ് വരുന്നു. വളരെ എക്സൈറ്റിംഗ് ആയിരിക്കാണ് നമ്മൾ. കിട്ടിയോ? കേസ് കിട്ടിയോ? യെസ് യെസ് യെസ്. കണ്ട അത് കൊണ്ടുപോയ കേസല്ലേ? കിട്ടിയില്ലേ? പെട്രോളിയം മിനിസ്ട്രിന്ന് വിളിച്ചിട്ടും കിട്ടിയില്ല. ഗൈസ്, അപ്പം നമ്മളുടെ സോഷ്യൽ എക്സ്പെരിമെന്റിൽ നമ്മൾ കണ്ടുപിടിച്ചത് ഗ്യാസ് ഇല്ല. ഇന്ത്യയിൽ ഉടനീളം ഗ്യാസ് ഇല്ല. ഓൾഡ് സ്കൂൾ ബോയ്സിന് കിട്ടിയില്ലെങ്കിൽ ഇനി ആർക്കും കിട്ടില്ല. ഇനി ഹോർമൂസ് കടലിടുക്കിൽ കൂടെ പുതിയ കപ്പൽ വന്നാലേ നമുക്ക് ഈ സാധനം കിട്ടുള്ളൂ. അത് എന്നാണെന്ന് അറിയില്ല. കപ്പലിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കണോ ഗ്യാസ്? ഇനി നിങ്ങൾ ഗോബർ ഗ്യാസ് ഉണ്ടാക്കുക. ഗോബർ ഗ്യാസ് അങ്ങനെ എന്താ പറയൂലേ? ചാണകത്തിൽ നിന്നും വീട്ടിലെ മറ്റേ സാധനത്തിൽ നിന്നൊക്കെ ബയോഗ്യാസ്. സോറി. അപ്പോൾ ഇതിന്റെ തിള ഏകദേശം വന്നു. നമ്മളുടെ മാങ്ങയൊക്കെ വെന്തു എന്നാണ് കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഒന്നാം പാൽ ഒഴിക്കുന്നു. ഒന്നാം പാൽ ഒഴിച്ചപ്പോൾ തന്നെ അതിന്റെ മണം കണ്ടിട്ട് പുതിയ വന്യജീവികളൊക്കെ വരുന്നു. കണ്ടാ? രണ്ടാം പാൽ ഒന്നാം പാൽ കൊള്ളൂലേ? അയ്യോ നല്ലതായിരുന്നു. ഇതാണ് ആസിഫ് അലി ഇത്രയും ഹൈപ്പ് കൊടുത്തത്. നമ്മൾ ഒഴിച്ചു വിട്ടാ. എടാ യവന് വെജ് കറിയൊന്നും ഇഷ്ടമല്ലാന്ന് കേട്ടോ. ഇതിനി എടുത്ത് മാറ്റാം നമുക്ക്. ഇതെടുത്ത് ഇങ്ങനെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിൽ കടുക് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ അണ്ട വയ്ക്കുന്നു. അപ്പൊ ഗൈസ് നമുക്ക് അങ്കമാലി മാങ്ങക്കറി താളിക്കാം. ഓ കുറച്ചുകൂടി വെച്ചോ. തേങ്ങ വെള്ളം ഒഴിച്ച് കുറച്ചുകൂടി വെച്ചോ. ആ ഇരിക്കട്ടെ അതിൻ്റെ ഇത് വരട്ടെ. ഞാൻ തിളക്കട്ടെ. അപ്പോൾ എണ്ണ തിളച്ചു. നമുക്കിനി കടുകിടാം. കറിവേപ്പില കുറച്ചിട്ട് ആ ഓക്കെ. ഇത് കുറച്ച് വറ്റൽമുളക് ഇടണം. പക്ഷെ വറ്റൽമുളക് കയ്യിൽ ഉള്ളത് ഇട്ടോ. ആയില്ലേടാ? മതി. കറിയെക്കാട്ടി കൂടുതൽ താളിപ്പുണ്ടെന്നാണ് തോന്നുന്നത്. ഇത്രയും താളിക്കണോ? നോക്കി ഇതിപ്പോ ഇത് കൂടി പോയോന്നൊരു സംശയം. അങ്കമാലിയിലെ ഒരു ഇത് കാണുകയാണെങ്കിൽ ക്ഷമിക്കുക. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മളുടെ മാങ്ങക്കറി ആദ്യമേ റെഡിയായി. ഇനി അവന്മാരെ ബീഫ്. അപ്പോൾ അങ്കമാലി മാങ്ങക്കറി സൈഡാക്കിയിട്ടുണ്ട്. ആദ്യം എണ്ണ ഒഴിച്ച് അതിലോട്ട് ഉള്ളിയിടാം. കടുക് ഇടണ്ട. കടുക് വേണ്ട. എടാ നിന്റെ കോൺഫിഡൻസ് കാണുമ്പോഴേ എനിക്ക് ബീഫിൽ നല്ല പ്രതീക്ഷ വരുന്നു. അച്ചോ കുഴപ്പമില്ല. ബീഫ് വയ്ക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും വിഘ്നേഷിന് പെട്ടെന്ന് ഒരു പേഴ്സണൽ എമർജൻസി വന്നു. അങ്ങനെ അവൻ പോയിക്കാണ്. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് അവൻ റെസിപ്പി എല്ലാം പറഞ്ഞു തന്നു എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത്. അവന് വിഷമമുണ്ടെന്നാലും റെസിപ്പി എല്ലാം പറഞ്ഞു തന്നു. ഈ വിഘ്നേഷിന്റെ സ്ഥാനം നിന്നിട്ട് ഞാൻ ടേക്ക് ഓവർ ചെയ്യാണ്. ഞാൻ വന്നല്ലോ. അപ്പം ആ തവിയൊക്കെ അങ്ങോട്ട് ചരിച്ചു കൊടുക്കുക. ഞാനാണ് മിൻകാങ്. ഇതിലിനി കുറച്ച് ഉപ്പും കുറച്ചുപ്പ്. നീ എന്താണ് അടുത്ത്? അതിന് കുറച്ച് നേരം ഒന്ന് പാടട്ടെ. ഇങ്ങനെയാണ് ബീഫ് ഉണ്ടാക്കാനുള്ളത്. അല്ലാതെ ചിക്കൻ വെക്കും പോലെ ആദ്യമേ ഇയാളല്ല. ബീഫ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് വിഘ്നേഷിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ കറിവേപ്പിലയും കൂടി ഇടുകയാണ്. അതൊന്ന് മിസ്സായിരുന്നു ആദ്യം. കേട്ടോ സൂപ്പർ ആയിട്ട്. ആ വഴണ്ട് വരുന്നുണ്ട്. മുളക് ഇട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മളുടെ മസാല അല്ല നമ്മളുടെ സവാള ഏകദേശം ഒന്ന് മൂത്ത് വന്നു. ഇനി നമുക്ക് തക്കാളി ഇടാനുള്ള ഒരു പരുവായിട്ടുണ്ട്. തക്കാളി ഇടാൻ അരുണിനെ ക്ഷണിക്കുന്നു. തക്കാളി നന്നായിട്ട് ഇളക്കണം. വിഘ്നേഷിന് അത് തകരും കേട്ടോ. ഇപ്പൊ വീട്ടിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് ഈ വീഡിയോ വിഘ്നേഷ് കാണുകയാണെങ്കിൽ ക്ഷമിക്കുക. കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട്. അതിപ്പോ ഓരോരുത്തരുടെയും വിഘ്നേഷ് കാണുകയാണെങ്കിൽ കട്ട് ചെയ്യാം, എന്നിട്ട് ലാസ്റ്റിലേക്ക് പോകും. അല്ല ഇപ്പൊ ഓരോരുത്തരുടെയും കുക്കിംഗ് സ്റ്റൈൽ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ പിൻഗാമി ഉണ്ട് ഇവിടെ നോക്കുന്നുണ്ട്. സംഭവം ഇതിന്റെ എല്ലാം പറഞ്ഞത് ഇവനാണ്, ശ്രീകാന്താണ് പറഞ്ഞത്. ഇങ്ങനെയൊന്നും അല്ലടാ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്.
ഇങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോ കരിയേപ്പില ഇപ്പൊ ഇടണം. അവൻ ടേക്ക് ഓവർ ചെയ്ത് കരിയേപ്പില ഇപ്പൊ ഇടണം. ദാസനും വെച്ച് പിടിച്ചു. മഹാഭാരതത്തിലെ ശകുനിയെ പോലെ അവൻ വിഷമിക്കോടാ കണ്ട്. വിഘ്നേഷിനോട് സ്പെഷ്യൽ ആയിട്ട് കാര്യം നമ്മളെ ബീഫ് ടീമിൽ ആരെ ഉൾപ്പെടുത്തുന്നില്ല. വേറെ അഖിലേഷൻ പിടിച്ച് പിറകെ നിൽക്കുകയാണ്, കണ്ടെത്തി കളഞ്ഞു. പിന്നെ മാങ്ങാക്കറി ടീംസ് മാത്രം. പക്ഷേ വിഘ്നേഷിന് വേണമെങ്കിൽ നമുക്കൊരു ട്രോഫി കൊടുക്കാം. എവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഉജ്ജ്വലമായിരിക്കും. അല്ല, അത്രയ്ക്ക് നമുക്ക് കഴിക്കണ്ടേ. തക്കാളി കറിയല്ല, ബീഫ് കറിയാണ്. വരട്ടെ. ഇവിടെ വേറൊരു യുദ്ധം നടക്കുകയാണ്. അതെ അതെ, നിങ്ങൾക്കൊരു ഫൈറ്റ് കാണിച്ചു കാണിച്ചു നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ്. അതാ MMMI പോത്തങ്കോട് പൂച്ച മഴയിൽ പൂച്ചയും നമ്മളുടെ മണിക്കൂട്ടിനും തമ്മിലുള്ള സംഘർഷം. അതിന് യവനാണ് ഈ ചുമ്മാ പൊടിച്ചെരുമ്പുണ്ടാക്കണം. ചുമ്മാ അത് മേറ്റിംഗ് സമയത്ത് വിളിക്കുന്ന വിളിയാണെന്നോ ഇപ്പൊ വരും. ഈ കൂതറ അടി വന്നേണ് അവര് തമ്മിൽ. അയ്യോ അയ്യോ, കൊഴിഞ്ഞു വീണ. ഇതെന്ത് നമ്മളെ പോലെ പേടിത്തൊണ്ടന്മാരാ. നിന്നെ പോലെ അല്ല. കലിപ്പാക്ക് അഭയത്തിരി സീനാണ് കേട്ടോ. ഇല്ല ഇല്ല, നമ്മളെ പയ്യൻ ക്ഷമാശീലം. അയ്യേ, അവിടെ ചെന്ന് വേറെ സാഷ്ടാംഗ പ്രണവിച്ച്. ഇപ്പം കൊള്ളാം കേട്ടാ. കാണാത്തവരെ പറഞ്ഞൊക്കെയാണ്. പക്ഷെ പൂച്ചയുടെ അടുത്ത് മുട്ടാൻ പറ്റൂലടാ. നോക്ക് അവൻ കണ്ട് ഒരു ഐ കോണ്ടാക്ട് പോലും മണിക്കുട്ട കൊടുക്കുന്നില്ല. മണിക്കുട്ട അയ്യോ, നോക്കണ എടാ, ഇതില് ഈ ഉരുളിയിൽ വന്ന് വീഴുവോ രണ്ടെണ്ണം കൂടെ? മണിക്കുട്ടിന്റെ സ്റ്റെപ്പ് നോക്കി പറ്റി. അവൻ തിരിഞ്ഞ് പൂച്ച തിരിഞ്ഞ് മണിക്കുട്ടന്റെ അഭിനയം നോക്കിയാണ് പേടിയില്ലാത്ത പോലെ. പേടിയില്ല, ഞാൻ അതല്ല മണിക്കൂട്ടം നിൽക്കുന്ന വെച്ചാൽ അടിവിടാനല്ല, വേറെ എന്തിനോ നോക്കാൻ വന്നത്. എടാ, എനിക്ക് പേടിയാണ് ഇത് കണ്ടിട്ട്. അയ്യോ, എന്തായാലും നിനക്കില്ലടാ. സുശീല എന്തോ അവന്തോ കൂടെ പോയി. അവിടെ ആരോ ഓടാൻ പോയപ്പോ അതിന്റെ കൂടെ ഓടിയിടാ ആ ഒരു തക്കത്തില്. ഉള്ള ഇമേജും കളഞ്ഞല്ലേ. ഉള്ള മൂച്ചൊക്കെ പോയി. ഓറ പോയി. 10,000 ഓറ ഡൗൺ. പക്ഷെ അവ 1,00,000 ഓറ കയറി. ഗൈസ്, ബാക്ക് ടു നമ്മളുടെ ബീഫിലോട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ മസാലയല്ല, നമ്മളുടെ ഉള്ളിയും ഇതൊക്കെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇടയില് കുറച്ച് മുളക് പൊടി മതിയേ. എടാ, മറ്റേ ഇതിട്ടോ, മറ്റേ മുളക് പൊടി, കാശ്മീരി കളർ കിട്ടും. ഇതല്ലേ എരിവല്ലേ? അല്ല, കാശ്മീരി. ഇനി കുറച്ച് കാശ്മീരി. ഇത് വേണോ? സാധാ നല്ല എരിവിന്റെ വേണ്ടല്ലോ. ബീഫിലുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് കളർ മതി. ഇനി അതും കൂടെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ആക്കണം. ഇനി നമുക്ക് ഇത് വേണം, കൊറിയാണ്ടർ. അത് കുറച്ച് കൂടുതലിടണം. നമ്മൾ ബീഫിൽ കുറച്ച് കൊറിയാണ്ടർ എക്സ്ട്രാ ഇടും. ഇനി നമ്മൾ കൊറിയാണ്ടർ ഇടുന്നത് അത് നമ്മൾ കുറച്ച് കൂടുതലിടും. മല്ലിപ്പൊടി എപ്പോഴും മീറ്റ് മസാലയിൽ കൂടുതലിടണം. മീറ്റിൽ നീ പിതുക്കണല്ലോ വരുന്നില്ല. അത് അവന്റെ ഒരു കട്ട് ശരിയല്ല. ഇത് എത്ര മതിയാ? എടാ, എനിക്ക് കവറും കീറി കേട്ടോ. ഇത് ഗരം മസാല ഇടണം. പിന്നെ മറ്റേ ഇതിന്റെ പൊടി ബീഫ് റോസ്റ്റിന്റെ അല്ലേ? മറ്റേ ഇതിന്റെ ഗ്രീൻ ഇത് ഫ്ലാക്സ് പറയണൊന്നും അല്ലല്ലോ ഇതെല്ലാം. കുരുമുളക് ലെഗസി ഗരം മസാല പൗഡർ. നീ മറ്റേ സിനിമ ലൈവില് മാത്രമേ പിന്നെ കണ്ടിട്ടുള്ളൂ. സിനിമ പേര് സെറ്റായി. നോക്ക് അതിന്റെ ഒരു ഇത് നോക്ക്. ആ ഒരു മസാലേ ഇത്രയും വഴണ്ട് കഴിഞ്ഞാൽ ഭയങ്കര കിടിലാണ്. ബീഫ് ഇടുമ്പോഴാണ് പ്രശ്നം വരുമെന്ന് കഴിക്കുന്നില്ലല്ലോ. ശരിയാണ്. ചുമ്മല്ലേ മാറി പറഞ്ഞിട്ടോണ്ടിരിക്കുന്നത്. നല്ല നോക്കിയിട്ടോ ആരെങ്കിലും വീഡിയോ എടുത്ത് നോക്ക്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മസാല എല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് ബീഫിന്റെ സ്റ്റോക്കും ബീഫും കൂടി ഒഴിക്കുകയാണ്. സൂപ്പർ, ഒരു ഐശ്വര്യമുള്ള ബീഫ്. എല്ലാം തട്ടിയോ? പീസൊന്നും ഒട്ടിയിരിപ്പില്ലല്ലോ. എല്ലാം പോയി. കൂട്ട് തീ കൂട്ട്. നല്ല കളർ കണ്ടാ കൊതി വരും. നല്ല കളർ നല്ല കളർ. ബ്രെഡും കൂടെ വാങ്ങായിരുന്നു കേട്ടോ. അത് വേസ്റ്റ് ചെയ്യാനാ.
ചോറ് നല്ല നല്ല കളർ ഗൈസ്, വീഡിയോയ്ക്ക് നല്ലതായിരിക്കും. നല്ല കളർ. ഇത് പാർസൽ അവന് കൊണ്ടു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന്റെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തുകയാണ്. ഇത് നല്ല റോസ്റ്റായി വരുന്നുണ്ട്. ഞാൻ അതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച ഇടാം. കാ നല്ല ടേസ്റ്റ് ഉണ്ട്. ചുമ്മാ തിന്നാൻ തന്നെ കാ നല്ല ടേസ്റ്റ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ കാ അവിച്ച് തിന്നുക. ഓക്കെ, അപ്പം നമ്മളുടെ കായൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്, അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്വാദിഷ്ടമായ അങ്കമാലി ബീഫ് കായ റോസ്റ്റാണ്. അതെ, നല്ല ഒരു അന്തസ്സുള്ള കറി. നോക്ക് 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 കാണിച്ചു കൊടുക്ക്. ഇനി നമ്മളിനി ലാസ്റ്റ് ഇതിൻ്റെ മേളിൽ കുറച്ച് പെപ്പർ, മറ്റേ ഷെഫിൻ്റെ ഇതിലാണെങ്കിൽ കുറച്ച് തേങ്ങ തീരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ. ഒന്ന് കഴിച്ച് നോക്കുക. അങ്ങനെ എന്തായാലും പെപ്പർ ഇടാം. നമ്മളിത് കുറച്ച് പെപ്പറും ഇട്ട് കുറച്ച് മേളിലൊരു പൊടിക്കേക്ക് കുറച്ച് സവാള ഇങ്ങനെ വിതറി കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് പെപ്പർ, ഇപ്പം ഫ്രഷ്ലി ക്രഷ്ഡ് ആണിത്. മതി മതി മതി. അപ്പോൾ ഈ റോസ്റ്റ് ഏകദേശം ഒരു 98% കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ കുറച്ച് എന്താ ഇത് കുറച്ച് 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 കറിവേപ്പില. ഇടണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ എന്തിട്ടില്ല, ഇത് നീയൊക്കെ ഇട്ടല്ലോ. മുകളിൽ അങ്ങോട്ട് നമ്മൾ അടച്ചു വെച്ച് അങ്ങ് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് അങ്ങ് അതിനുശേഷം നമ്മളിത് കഴിച്ച് അഭിപ്രായം പറയുന്നതായിരിക്കും. ഗൈസ്, അപ്പോഴേ എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്കമാലി മാങ്ങാക്കറി, ചോറ്, പിന്നെ ബീഫ് റോസ്റ്റ്, കായിട്ട റോസ്റ്റ്. ഇപ്പൊ ഇങ്ങനെ ഒരു ഹായ്. നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ കുറെ നേരമായിട്ട് കാ കൊടുക്കണ്ടേ? ഒരെണ്ണം കിടക്കട്ടെ, ഒരു കാവം തിന്നിട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ മണിക്കുട്ടിന് കുറച്ച് ബീഫും ചോറും കായ ഇട്ട ബീഫ് റോസ്റ്റ്. നമുക്ക് ഇത് കൊടുക്കണോടാ മാങ്ങാക്കറി. അവന് വേണ്ടല്ലേ? അത് പുളിപ്പായിരിക്കും. എടാ കുറച്ച് കഷ്ണം ഇട്. കഷ്ണമൊന്നും വന്നില്ല. കഷ്ണം കുറെ ഉണ്ടായിരുന്നു. ഇല്ല, വന്നില്ല ഇതില്. ഇതിന് ഫുള്ളും കഷ്ണമില്ലേ? നിനക്ക് കാണാത്തോണ്ടാണ് ഞാൻ കണ്ടില്ല. എടാ മക്കളെ, മണിക്കുട്ടാവോ, എങ്ങോട്ട് വാ, എണീറ്റ് വാ. ഇത്തിരി ചൂടാണ്, കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. ഗൈസ്, ക്യാമറ ഓഫ് ആകുമ്പോൾ ബീഫ് നുള്ളി പറക്കും. അപ്പൊ ഇനി നമുക്ക് ടേസ്റ്റി സെക്ഷനിലോട്ട് കിടക്കാം. കുറച്ച് കുറവ് ഞാൻ നോ കാർബ ബീഫ് വേണ്ടേ? പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീനും ഇതുണ്ട്. മതിയാ? മതി, കുറച്ചും കൂടെ മതി, കുറച്ചും കൂടി മതി മതി. മാങ്ങറി വേണ്ടേ? മാങ്ങക്കറി സൈഡിൽ ഒഴിക്കണേ. അത് സൈഡിലാക്കിക്കോ, സൈഡിലാക്കിക്കോ, സൈഡിലാക്കിക്കോ. മതി മതി മതി, കൂടുതൽ കേട്ടണ്ട. ഞാൻ മാത്രം വെറുക്കപ്പെട്ടു. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ചോ? ആദ്യം മാങ്ങക്കറി കിട്ടും. നല്ല പുളിയില്ലേ? നല്ല പുളി, നല്ല പുളിപ്പുണ്ട്. നല്ല പുളിപ്പുണ്ട്. ഇഞ്ചിയും കുറച്ച് കൊള്ളാം. ഇനി ബീഫ് കൂടെ കൂട്ടി കഴിച്ചു നോക്കിയേ. ബീഫ് മാത്രം കഴിച്ചു നോക്കാം. ബീഫ് നല്ല ബീഫ് കണ്ട നല്ല ഉടഞ്ഞു വെന്ത്. നിങ്ങൾക്കുണ്ടെങ്കിൽ മാങ്ങാക്കറി കാണിച്ച് ഞാൻ കൊതിപ്പിച്ചു തരണ്ട. നല്ല കുറച്ച് മാങ്ങാക്കറി ഇങ്ങനെ എടുത്തിട്ട് മാങ്ങാക്കറിയും ബീഫും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോഴേ സൂപ്പറാണ്. എനിക്ക് അത്ര സൂപ്പറായിട്ട് തോന്നിയില്ല. മിക്സ് ചെയ്ത് കഴിച്ചാ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ട്. വിഘ്നേഷ് വിൽ ബി സോ ഹാപ്പി. അതെ അതെ, വിഘ്നേഷിലോ പറയും ഞാൻ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഇത്രയും നന്നാവൂലായിരുന്നു. എന്റെ തക്കതായ ഒരു ഇടപെടൽ മൂലം എന്റെ. അപ്പോൾ ഗൈസ്, കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ പറമ്പിൽ വന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി സാധനമാണ്. ഇത് അഭിനയമല്ല, ശരിക്കും അഭിനയമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഈ കൂർക്കയിട്ടല്ലേ, കായിട്ട ബീഫ് അത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. സൂപ്പർ സാധനം. കായിലും ഫ്ലേവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണും, നമുക്ക് ഉറപ്പുണ്ട്. അതെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് അതെ അതെ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. വീഡിയോ നല്ല ഓടി. വീഡിയോ നല്ല ഫീഡ്ബാക്ക് വന്നു. ഓടിയില്ലെങ്കിലും ഫീഡ്ബാക്ക് കിട്ടി. ഞാൻ 1 ലക്ഷമാണ് പ്രതീക്ഷിച്ചത്. തന്നില്ല, 1 ലക്ഷം കിട്ടിയില്ല. എനിക്കൊരു ഷവായി മേടിച്ചൊന്നും 50,000 ഉള്ളൂ. വ്യൂ ഇല്ല, കണ്ടന്റ് വാല്യൂ കുറഞ്ഞു. ഹായ് ഗൈസ്, ഏറെ നാൾക്ക് ശേഷം നമ്മൾ പറമ്പിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. പുതിയൊരു ഗൃഹാതുരത്വം ഉണർത്തുന്ന കുക്കിംഗ് തേടി.
ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അവിടെ നിൽക്കുമ്പോൾ വലിച്ചെടുത്തത്. 3 ഡിഷ്. ചോറും കൂടെ ഉണ്ട്. കഠിനമാണ് കഠിനം. അത് കുറച്ച് ആഹാരം ഇങ്ങനെ നമ്മള് കൊതിപ്പിക്കുന്ന രീതിയിൽ പറ. ഞാൻ പറഞ്ഞുതരാം. കൊതിപ്പിക്കണ രീതി വരാം. നല്ല മാങ്ങ, അങ്കമാലി മാങ്ങ, തെങ്ങ് ചതിച്ചില്ല. പിന്നെ നല്ല പോയാ അതൊരുമാതിരി നമ്മുടെ ഓഡിയൻസിന് വിഷമായ ഇനി 23 വയസ്സ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് വാർദ്ധക്യമായിരുന്നു ഇത് പറഞ്ഞു. പെൻഷൻ പ്രായമായിരുന്നു. അതൊക്കെ വീഡിയോ എടുക്കണെന്തിന്? പക്ഷെ പേടിക്കാറില്ല, പെൻഷൻ കിട്ടൂല. അതുകൊണ്ട് ആ പ്രായത്തിൽ പേടിക്കാനില്ല. നമ്മളത് തിരിച്ചറിയില്ല. അങ്ങനെ രണ്ടുപേരും ഇതെന്തിരിക്കണം. അത് ഇതിലിട്ട് ഇനി വേവിക്കും. ഇതൊക്കെ അടുക്കള ടിപ്സാണ്. അടുക്കള ട്രിപ്സാ. ഭയങ്കര സംഭവമാണല്ലോടാ നീ ഇപ്പൊ ചെയ്തത്. അടുക്കള ടിപ്സ് എന്നും പറഞ്ഞിട്ട് കുറച്ച് അരി എടുത്തിട്ട് ഇട്ടിട്ട് ഇത് മറിച്ചിട്ടിട്ട് അതിനകത്ത് വെള്ളം വേണം എന്തായാലും. കഞ്ഞിനി നമ്മുടെ കാലത്ത് കായയാണ് വിനുവിന് പ്രിയം. അതെ കായാണ് അവന് കൂടുതൽ പ്രിയം. വിനു ഒരു കാവറൊക്കെയാണ്. സ്നേഹിച്ചവൻ. അതെ, വിനു കാപ്പറക്കിയ. അതെ.